ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള അഭിമുഖം അടുത്തയാഴ്ച ആരംഭിക്കും. 8, 9 തീയതികളിൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനുള്ള അഭിമുഖവും 10, 11 തീയതികളിൽ ഡിജിറ്റൽ സർവകലാശാലയിലേക്കുള്ള അഭിമുഖവും നടക്കും. അപേക്ഷ ലഭിച്ചവരിൽ നിന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 60ഓളം പേർക്ക് നോട്ടീസ് നൽകി. സുപ്രീം കോടതി നിയോഗിച്ച 5 അംഗ സെർച്ച് കമ്മിറ്റികൾ അഭിമുഖത്തിന് നേതൃത്വം നൽകും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ VC നിയമനത്തിലേക്ക് കടക്കുന്നത്. എപ്പോഴൊക്കെയാണ് അഭിമുഖം? സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിലാണ്, നിയമപോരാട്ടത്തിനൊക്കെ ഒടുവിലാണ് സുപ്രീം കോടതി തന്നെ സ്വന്തമായി ഒരു സെർച്ച് കമ്മിറ്റിയെ, ഒരു ജഡ്ജിനെ തന്നെ അതിന്റെ അധ്യക്ഷനാക്കി വെച്ച് ഒരു സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചത്. ജസ്റ്റിസ് ജൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയാണ് നിലവിൽ ഈ 2 സർവകലാശാലകളിലെയും VCയെ തെരഞ്ഞെടുക്കേണ്ടത്. അതിനുള്ള അഭിമുഖത്തിനുള്ള സമയക്രമമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ, അതായത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. ഈ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം തന്നെ ഇറക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 8, 9 തീയതികളിൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനുള്ള അഭിമുഖവും, ഒപ്പം തന്നെ 10, 11 തീയതികളിൽ ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള അഭിമുഖവുമാണ് നടക്കുക. അപേക്ഷ ലഭിച്ചവരിൽ നിന്നുള്ള 60ഓളം പേരുടെ ലിസ്റ്റാണ് നിലവിൽ സെർച്ച് കമ്മിറ്റിക്ക് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയിരിക്കുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച 5 അംഗ സെർച്ച് കമ്മിറ്റിയാണ് അഭിമുഖത്തിന് നേതൃത്വം നൽകുക. ഇതിൽ നിന്നുള്ള പട്ടിക തയ്യാറാക്കി മുഖ്യമന്ത്രിക്കാണ് ആദ്യം സെർച്ച് കമ്മിറ്റി കൈമാറുക. അങ്ങനെയായിരുന്നു സുപ്രീം കോടതി വിധിയുണ്ടായത്. മുഖ്യമന്ത്രി പ്രയോറിറ്റി തീരുമാനിച്ച് പിന്നീട് അതിൽ ഗവർണർക്ക് അയക്കുകയാണ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഗവർണർക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നോട്ട് അത് മുഖ്യമന്ത്രിക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. അതിനുശേഷം അത് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയും അതിന്റെ പ്രായോഗികതയൊക്കെ പരിശോധിച്ച ശേഷം ഏത് തരത്തിലുള്ള എതിർപ്പാണ് ഗവർണർ അറിയിച്ചത് എന്നതുൾപ്പെടെയുള്ള പരിശോധിച്ചാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ള കാര്യവും നിലവിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഈ UGC പ്രതിനിധിയെ വെക്കാതെ ഇങ്ങനെയൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെ ഗവർണർ വീണ്ടും സുപ്രീം കോടതിയിൽ ഒരു ഉപഹർജി നൽകിയിരുന്നു. പക്ഷേ ആ ഉപഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. കാരണം അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി അന്ന് അറിയിച്ചിരുന്നത്. നിലവിൽ കമ്മിറ്റി രൂപീകരിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യമാണ് അന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ഈ സാഹചര്യത്തിൽ നിലവിൽ 2 സെർച്ച് കമ്മിറ്റി അംഗങ്ങളാണ് സർക്കാരിന്റെയും ഗവർണറുടെയും ഭാഗത്തുനിന്ന് നിലവിൽ ഈ സെർച്ച് കമ്മിറ്റിയിലുള്ളത്. ഒപ്പം തന്നെ ജസ്റ്റിസ് ജൂലിയയും കൂടി ആ സെർച്ച് കമ്മിറ്റിയുടെ ഭാഗമാകും. അങ്ങനെ 5 അംഗ സെർച്ച് കമ്മിറ്റിയാണ് നിലവിൽ ഈ VCമാരെ തെരഞ്ഞെടുക്കാനായി നിയോഗിച്ചിട്ടുള്ളത്. അതിൽ നിർണായകമാകുക ഏത് പാനലിൽ നിന്നുള്ള ആളെ തിരഞ്ഞെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനമായും ആകാംക്ഷയെ നിലനിൽക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള അഭിമുഖമാണ് അടുത്തയാഴ്ച നടക്കാൻ പോകുന്നത്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.